ഇന്ന് നമുക്ക് ദുന്ദുകാരിക്ക് മോക്ഷം കിട്ടിയ കഥ കേൾക്കാം. പണ്ട് തുംഗഭദ്ര നദിയുടെ തീരത്ത് ധാർമ്മികനും ഭക്തശ്രേഷ്ഠനുമായ ആത്മദേവൻ എന്നൊരു ബ്രാഹ്മണൻ പാർത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ദുന്ദുലി പരദൂഷണക്കാരിയും ഏഷണിപ്രിയയും ദാനധർമാദി കാര്യങ്ങളിൽ താൽപ്പര്യമില്ലാത്തവളും തൻ്റെ ആകാര സൗഷ്ഠവത്തിൽ അഹങ്കരിക്കുന്നവളുമായിരുന്നു. സന്താന സൗഭാഗ്യമില്ലാത്തതിനാൽ ആത്മദേവന് അതിയായ ഖേദമുണ്ടായിരുന്നു. എന്നാൽ പ്രസവിക്കാതിരുന്നാൽ തൻ്റെ സൗന്ദര്യം നശിക്കുകയില്ലല്ലോ എന്ന് ദുന്ദുലി സന്തോഷിക്കുകയാണ് ചെയ്തത്. പുത്രസൗഭാഗ്യം ഉണ്ടാകുന്നതിനായി ആത്മദേവൻ ധാരാളം ദാനധർമാദികൾ ചെയ്യുകയും പൂജാകർമാദികൾ നടത്തുകയും ചെയ്തു. എങ്കിലും അവ കൊണ്ടൊന്നും ഇഷ്ടകാര്യപ്രാപ്തി ഉണ്ടായില്ല. തൻ്റെ കർമ്മദോഷത്തെക്കുറിച്ചോർത്ത് ദുഃഖിതനായ ആത്മദേവൻ ദേശാടനത്തിനായി യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ഒരു തീർത്ഥക്കരയിൽ വെച്ച് ദിവ്യനായ ഒരു സന്യാസിയെ കണ്ടുമുട്ടുവാനിടയായി. അദ്ദേഹത്തിൻ്റെ കാൽക്കളിൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് കണ്ണുനീരോടെ ആത്മദേവൻ കൈകൾ കൂപ്പി നിന്നു. ദുഃഖഭാരത്താൽ അദ്ദേഹത്തിന് സംസാരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ത്രികാലജ്ഞാനിയായിരുന്ന സന്യാസി തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ കൂടി ആത്മദേവൻ്റെ മനോവ്യതയുടെ കാരണമെന്തെന്ന് കണ്ടറിഞ്ഞു. സന്യാസി പറഞ്ഞു, ബ്രാഹ്മണോത്തമ, അങ്ങയുടെ ദുഃഖത്തിന് കാരണം സന്താനമില്ലാത്തതാണെന്ന് നാം മനസ്സിലാക്കുന്നു. പക്ഷേ സന്യാസി വര്യൻ പകുതിയിൽ നിർത്തി. അപ്പോൾ ആത്മദേവൻ സങ്കടത്തോടെ ചോദിച്ചു, മുനിശ്രേഷ്ഠ, ഈ എളിയവന് പുത്രസൗഭാഗ്യം ഉണ്ടാവുകയില്ലേ? സന്യാസി പറഞ്ഞു, എന്ന് ചോദിച്ചാൽ അതുതന്നെയായിരിക്കും സത്യമെന്ന് പറയാതിരിക്കാനും വയ്യ. അഥവാ ഒരു പുത്രൻ ഉണ്ടായേക്കാമെങ്കിൽ തന്നെയും അവനെക്കൊണ്ട് താങ്കൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാക്കുകയുമില്ല. അപ്പോൾ ആത്മദേവൻ പറഞ്ഞു, അയ്യോ, അവിടുന്ന് അങ്ങനെയൊന്നും അരുളി ചെയ്യരുതേ. ത്രികാലജ്ഞാനിയായ അവിടുന്ന് അനുഗ്രഹിച്ചാൽ ഈ എളിയവൻ്റെ തീരാ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാകാതിരിക്കുകയില്ല. ആത്മദേവൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സന്യാസി പറഞ്ഞു, ബ്രാഹ്മണോത്തമ, അങ്ങ് നമ്മെ ധർമ്മസങ്കടത്തിലാക്കുകയാണ്. വിധിക്കപ്പെടാതെ ഒന്നിനു വേണ്ടി നമ്മെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ആത്മദേവൻ പറഞ്ഞു, തപോധനന്മാർക്ക് അപ്രാപ്യമായത് യാതൊന്നുമില്ലെന്ന് അടിയൻ അറിയാം. ദയവ് ചെയ്ത് എൻ്റെ അഭ്യർത്ഥന നിരസിക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. വിധി അലംഘനീയമാണ്. ഒരു പുത്രൻ ജനിക്കുന്നതുകൊണ്ട് യാതൊന്നും നേടുവാൻ അങ്ങേക്ക് കഴിയുകയില്ലെന്നും മറിച്ച് അനർത്ഥങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്നും നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഭക്തശ്രേഷ്ഠനായ അങ്ങയെ നിരാശപ്പെടുത്തുവാൻ നാം ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു സന്യാസി വര്യൻ്റെ മറുപടി. അല്പസമയം ധ്യാനനിരതനായി നിന്ന സന്യാസി വര്യൻ ഒരു മാമ്പഴം ആത്മദേവന് നൽകി. എന്നിട്ട് പറഞ്ഞു, ബ്രാഹ്മണോത്തമ, ഈ ദിവ്യമായ മാമ്പഴം ഈശ്വര വരദാനമാണ്. ഇത് വ്രതശുദ്ധിയോടുകൂടി അങ്ങയുടെ പത്നിയോട് കഴിക്കുവാൻ പറയുക. ഒരു വർഷക്കാലം പിന്നിടുമ്പോൾ നിങ്ങൾക്ക് ഒരു പുത്രൻ ജനിക്കുന്നതാണ്. ആത്മദേവൻ പറഞ്ഞു, അവിടുത്തെ കൃപാകടാക്ഷത്താൽ ഈയുള്ളവൻ ധന്യനായിരിക്കുന്നു. അങ്ങയുടെ കൽപ്പന ശിരസാ വഹിച്ചു കൊള്ളുന്നു. ഭക്തിപുരസരം മഹർഷിയുടെ കയ്യിൽ നിന്നും മാമ്പഴം സ്വീകരിച്ച ആത്മദേവൻ കണ്ണുനീരോടെ മഹർഷിയോട് നന്ദി പറഞ്ഞു. പിന്നെ ഒട്ടും വൈകിയില്ല. ആനന്ദ പാര്യവശത്തോടെ ആത്മദേവൻ തൻ്റെ മഠത്തിലേക്ക് ഓടുകയായിരുന്നു. അവിടെ എത്തിച്ചേർന്ന അദ്ദേഹം ആഹ്ലാദഭരിതനായി വാതിൽ മുട്ടി തൻ്റെ ഭാര്യയെ വിളിച്ചു, ദുന്ദുലി, 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 എന്താണാവോ ഇന്ന് പതിവില്ലാതൊരു സന്തോഷം? അപ്പോൾ ആത്മദേവൻ പറഞ്ഞു, പ്രിയതമേ, നമ്മുടെ ദീർഘകാല മോഹം സഫലമായിരിക്കുന്നു. അപ്പോൾ ദുന്ദുലി ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ നിന്ന് കിതക്കാതെ കാര്യം എന്താണെന്ന് പറയൂ മനുഷ്യ. ആത്മദേവൻ പറഞ്ഞു, ഇതാ നോക്കൂ പ്രിയേ, ഈ ദിവ്യമായ മാമ്പഴം ഒരു മഹർഷി വര്യൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ദുന്ദുലി ചോദിച്ചു, ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? ഇതിനു വേണ്ടിയാണോ തുള്ളിച്ചാടുന്നത്? അപ്പോൾ ആത്മദേവൻ പറഞ്ഞു, ഞാൻ പറയുന്നത് മുഴുവനും ക്ഷമയോടെ കേൾക്കൂ ദുന്ദുലി. ഇത് നിസ്സാരമായ ഒരു മാമ്പഴമല്ല. പിന്നെയോ വല്ല തങ്കമാമ്പഴമോ മറ്റോ ആണോ? ദുന്ദുലി ചോദിച്ചു. തങ്കത്തെക്കാളും നവരത്നത്തെക്കാളും വിലപ്പെട്ടതാണ് ഈ ദിവ്യ മാമ്പഴം. ദിവ്യശക്തിയുള്ള ഈ മാമ്പഴം കഴിച്ചാൽ ദേവി ഗർഭം ധരിക്കുന്നതാണ്. അതോടെ നമ്മുടെ പുത്രദുഃഖത്തിന് അറുതി വരുന്നതാണ്. ഭഗവത് പ്രസാദമായ ഈ ദിവ്യ മാമ്പഴം ഭുജിച്ച് ഒരു വർഷക്കാലം വ്രതാനുഷ്ഠാനങ്ങളോടെ ജഗദീശ്വരനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കൊരു സത്പുത്രൻ ജനിക്കുന്നതാണ്. ദേവിക്ക് സന്തോഷമായില്ലേ എന്ന് ആത്മദേവൻ ചോദിച്ചു. അപ്പോൾ ദുന്ദുലി പറഞ്ഞു, ഞാൻ എപ്പോഴും സന്തുഷ്ടയാണ്.
അതിന് മാമ്പഴമോ മാതളം പഴമോ ആവശ്യമില്ല. ആത്മദേവൻ പറഞ്ഞു, നേരം പോക്ക് പറയുന്നത് മതിയാക്കൂ ദേവി. ഈ മാമ്പഴം സ്വീകരിച്ചു കൊള്ളൂ. ക്ഷേത്രത്തിൽ ചെന്ന് വിശേഷാൽ പൂജ നടത്തിയിട്ട് ഞാൻ ഉടനെ മടങ്ങിയെത്താം. ദേവി ശരീരശുദ്ധി വരുത്തി മാമ്പഴം കഴിച്ചുകൊള്ളൂ. ഇതോടെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും തീർന്നതാണ്. ശുദ്ധാത്മാവായ ബ്രാഹ്മണൻ ഭാര്യയ്ക്ക് മാമ്പഴം നൽകിയിട്ട് മനസ്സമാധാനത്തോടെ ക്ഷേത്രത്തിലേക്ക് പോയി. ദുഷ്ടയായ ദുന്ദുലി മാമ്പഴം കയ്യിൽ പിടിച്ച് ഇങ്ങനെ പിറുപിറുത്തു. മാമ്പഴം കഴിച്ചാൽ ഗർഭിണിയാകും പോലും. ഓരോരോ വിഡ്ഢിത്തവും എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഗർഭിണിയാകുവാനും പ്രസവിക്കുവാനും ഒന്നും ഈ ദുന്ദുലിയെ കിട്ടുകയില്ല. അതോടെ എൻ്റെ മേനിയഴകും മനസ്വസ്ഥതയും പാടെ നഷ്ടപ്പെട്ടു പോകും. ഇത് തിന്നേണ്ടത് തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന പശുവാണ്. അദ്ദേഹം മടങ്ങി വരുമ്പോൾ മാമ്പഴം കഴിച്ചുവെന്നും ഗർഭിണിയായി കഴിഞ്ഞിരിക്കുന്നു എന്നും മറ്റും തട്ടിവിട്ടേക്കാം. ശുദ്ധാത്മാവായ അദ്ദേഹം വിശ്വസിക്കാതിരിക്കുകയില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ദുഷ്ടയായ ദുന്ദുലി ആ മാമ്പഴം പശുവിന് കൊടുത്തു. അവളെ പ്രാണന് തുല്യം സ്നേഹിച്ചിരുന്ന ഭർത്താവിനെ അവൾ വഞ്ചിച്ചു. പരസ്പര വിശ്വാസവും ആത്മാർത്ഥതയുമാണ് ദാമ്പത്യബന്ധത്തിൻ്റെ കാതലായ അടിത്തറ എന്നുള്ള സത്യം അവൾ വിസ്മരിച്ചു. ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് സ്വഭർത്താവിന് മുമ്പിൽ കപടനാടകമാടിയ അവൾ കളത്രധർമ്മത്തിന് കളങ്കമുണ്ടാക്കി. അതുകൊണ്ടൊന്നും അവളുടെ കുതന്ത്രബുദ്ധിക്ക് അവസാനമുണ്ടായില്ല. ധാരാളം ധനം കൊടുത്ത് പ്രലോഭിച്ച് തൻ്റെ അനുജത്തി പ്രസവിച്ച പിഞ്ചു കുഞ്ഞിനെ അവൾ വിലയ്ക്ക് വാങ്ങി. ആ കുഞ്ഞ് താൻ പ്രസവിച്ചതാണെന്ന് വരുത്തി തീർക്കുന്നതിന് പലവിധ ഭാവാഭിനയങ്ങളുമാടിയ അവൾ ഭർത്താവിനെയും മറ്റുള്ളവരെയും ഒരുപോലെ കബളിപ്പിച്ചു. എന്നാൽ മച്ചിയായ അവൾക്ക് കുഞ്ഞിനെ ഊട്ടി വളർത്തുന്നതിന് മുലപ്പാൽ ഉണ്ടാവുകയില്ലല്ലോ. അതിനും തന്ത്രശാലിയായ അവൾ മറ്റൊരു മാർഗം കണ്ടുപിടിച്ചു. തൻ്റെ അനുജത്തി പ്രസവിച്ച ഉടനെ അവളുടെ കുട്ടി മരിച്ചുപോയി എന്നും അവളെയും ഭർത്താവിനെയും വിളിച്ച് തങ്ങളോടൊപ്പം നിർത്തിയാൽ കുട്ടിക്ക് പാല് കൊടുക്കുവാനും അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധയോടെ ഗൗനിക്കുവാനും സൗകര്യമായിരിക്കും എന്നും അവൾ ഭർത്താവിനെ പറഞ്ഞു ധരിപ്പിച്ചു. പുത്രൻ്റെ നന്മ മാത്രം ആഗ്രഹിച്ചിരുന്ന ആത്മദേവൻ തൻ്റെ ഭാര്യ പറഞ്ഞ നുണകളെല്ലാം അപ്പാടെ വിശ്വസിച്ച് അതിനു വേണ്ടുന്ന ഏർപ്പാടുകളെല്ലാം ചെയ്തു. അനുജത്തിയുടെ മുലപ്പാൽ കുടിച്ച് കുട്ടി അനുദിനം വളർന്നു. നല്ലൊരു നാളിൽ ആ കുട്ടിക്ക് ദുന്ദുകാരി എന്ന് നാമകരണം ചെയ്തു. അങ്ങനെയിരിക്കെ 1 വർഷം തികഞ്ഞപ്പോൾ ആത്മദേവൻ്റെ മഠത്തിലെ പശു സുന്ദരനായ ഒരു മനുഷ്യക്കുഞ്ഞിനെ പ്രസവിച്ചു. നല്ല ലക്ഷണയുക്തനുമായിരുന്നു ആ കുട്ടി. എന്നാൽ ആ കുട്ടിയുടെ കാതുകൾ മാത്രം പശുവിൻ്റെ പോലെ മേൽപോട്ട് കൂർത്തു നിന്നിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞിന് ആത്മദേവൻ ഗോകർണൻ എന്നു പേര് വിളിച്ചു. മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടു. ദുന്ദുകാരിയും ഗോകർണനും വളർന്നു വലുതായി. പ്രകൃത്യാ തന്നെ ദുശാഠ്യക്കാരനും താന്തോന്നിയുമായിരുന്ന ദുന്ദുകാരി മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നവനും ധൂർത്തനും പ്രാണിഹിംസ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവനും അന്യരുടെ സ്വത്തുക്കൾ അപഹരിച്ചെടുക്കുന്നതിന് മടിയില്ലാത്തവനുമായിരുന്നു. എന്നാൽ ഗോകർണനാകട്ടെ ജ്ഞാനിയും ഭക്തനും വിവേകശാലിയും ദയാശീലനും സത്യസന്ധനും പിതൃവചനം അനുസരിക്കുന്നവനുമായിരുന്നു. സദ്ബുദ്ധികളുടെയും സദാചാരങ്ങളുടെയും മൂർത്തിമത് ഭാവമായി ഗോകർണൻ വളർന്നപ്പോൾ ദുന്ദുകാരി സ്ത്രീലമ്പടനും ചൂതാട്ടക്കാരനും പിടിച്ചുപറിക്കാരനും ദുർവൃത്തനുമായി അധപതിക്കുകയായിരുന്നു. വേശ്യാസ്ത്രീ സംസർഗവും ചൂതാട്ടവും നിമിത്തം പണച്ചെലവുകൾ വർദ്ധിക്കുകയാൽ പിതാവിനെ ധിക്കരിച്ച് ദുന്ദുകാരി വസ്തുവകകൾ വിറ്റുമുടിക്കാൻ തുടങ്ങി. അമിതമായ മദ്യപാനം നിമിത്തം സ്വയംബോധം നഷ്ടപ്പെട്ട ദുന്ദുകാരി തൻ്റെ അമിതമായ ചിലവുകൾക്ക് ധനം കണ്ടെത്തുന്നതിനായി മാതാവിൻ്റെ ആഭരണങ്ങൾ പിടിച്ചു പറിക്കാൻ തുടങ്ങി. അതിന് തടസ്സം പിടിച്ചപ്പോൾ അവൻ മാതാവിനെയും അവളുടെ സഹായത്തിനെത്തിയ പിതാവിനെയും ക്രൂരമായി മർദ്ദിച്ചു. വേദന സഹിക്കവയ്യാഞ്ഞ് ആത്മദേവൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടി. തൻ്റെ ദുർവിധിയെക്കുറിച്ചോർത്ത് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഇങ്ങനെയുള്ള കുബുദ്ധിയായ ഒരു പുത്രൻ ഉണ്ടായതിനേക്കാൾ ഭേദം ഉണ്ടാകാതിരിക്കുകയായിരുന്നു. പുത്രലാഭം കൊണ്ട് തനിക്ക് ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ ആ മഹർഷിയുടെ വാക്കുകൾ അദ്ദേഹം ഓർമ്മിച്ചു. സദാചാരിയും ധാർമ്മികനുമായിരുന്ന ആ സാധു ബ്രാഹ്മണൻ പുത്രഭാവേന വളർത്തിയിരുന്ന ഗോകർണനെ സമീപിച്ച് തൻ്റെ ആത്മനൊമ്പരം അറിയിച്ചു. അദ്ദേഹത്തിന് ജ്ഞാനോപദേശം നൽകിയ ഗോകർണൻ മേലിൽ വനവാസമാണ് ഉചിതമെന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ദിനവും ഭാഗവതം ദശമസ്കന്ധം പാരായണം ചെയ്ത് നരകാന്തനായ ശ്രീ നാരായണനോട് മുക്തിയേകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. ഗോകർണൻ്റെ ഉപദേശമനുസരിച്ച് ഭാഗവത പാരായണം ചെയ്ത വിപ്രൻ ദുഃഖങ്ങളെല്ലാം അകന്ന്
ഭഗവത് സ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു. ഗോകർണനാകട്ടെ കൂടുതൽ കൂടുതൽ ജ്ഞാനലബ്ധി നേടുന്നതിനായി തീർത്ഥയാത്ര പുറപ്പെടുകയും ചെയ്തു. മഠത്തിൽ നിന്ന് പിതാവിൻ്റെയും ഗോകർണൻ്റെയും ശല്യം ഒഴിഞ്ഞതോടെ ദുന്ദുകാരുടെ സാന്ദ്രം 100 ഇരട്ടിയായി വർദ്ധിച്ചു. പല വേശ്യാസ്ത്രീകളെയും അവൻ മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ദിനരാത്ര ഭേദമില്ലാതെ മധുരോത്സവങ്ങളിൽ വ്യാപൃതനായി. മഠത്തിലെ വകയായിരുന്ന സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം വിറ്റുമുടിച്ചു. അവൻ മാതാവിൻ്റെ അല്പസ്വല്പം അവശേഷിക്കുന്ന ആഭരണങ്ങളും കവർന്നെടുത്ത് വിറ്റ് ദൂർത്തടിച്ചു. എതിർത്ത് നിന്നപ്പോൾ അവൻ മാതാവിനെ മർദ്ദിക്കുകയും അവളുടെ കൈകാലുകൾ അടിച്ചൊടിക്കുകയും ചെയ്തു. ദുന്ദുരുടെ എല്ലാ അഹങ്കാരവും അതോടെ അവസാനിച്ചു. ഭർത്താവിൻ്റെ വാക്കുകൾ ധിക്കരിച്ചതിൻ്റെ ഫലമാണ് ഇതെല്ലാമെന്നോർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു. അംഗഹീനയും അബലയുമായ താൻ ഇന്ന് ഭൂമിക്ക് ഭാരമാണ്. ഇനിയും ജീവിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഭർത്താവിനോട് കൊടിയ വഞ്ചന കാട്ടിയതിനുള്ള ശിക്ഷ മരണമൊന്നു മാത്രമാണ്. ഇങ്ങനെ പലതും ചിന്തിച്ച് വിവശയായ ദുന്ദുലി അന്ന് രാത്രി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ആത്മാർത്ഥമായി സ്നേഹിച്ച ഭർത്താവിനെ കബളിപ്പിച്ച അവളുടെ ആത്മാവ് നരകലോകം പ്രാപിക്കുകയും ചെയ്തു. ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം വിറ്റുമുടിച്ചു തീർന്നു കഴിഞ്ഞപ്പോൾ വേശ്യകളെ പോറ്റുന്നതിന് ഗത്യന്തരമില്ലാതെ ദുന്ദുകാരി മോഷണം ആരംഭിച്ചു. രാത്രികാലങ്ങളിലെ അവൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ നാട്ടുകാർ സംഘടിച്ച് രാജാവിനോട് പരാതിപ്പെട്ടു. അവനെ പിടികൂടുന്നതിനായി രാജാവ് കിങ്കരന്മാരെ നിയോഗിച്ചു. ദുന്ദുകാരി പിടിക്കപ്പെട്ടാൽ അവനോടൊപ്പം താമസിച്ചതിനും മോഷണ മുതലുകൾ അനുഭവിച്ചതിനും തക്കതായ ശിക്ഷ തങ്ങൾക്കും കിട്ടുമല്ലോ എന്നോർത്ത് വേശ്യാസ്ത്രീകൾ പരിഭ്രാന്തരായി. അവർ രക്ഷപ്പെടുന്നതിനുള്ള മാർഗം ആരാഞ്ഞു. ദുന്ദുകാരി ജീവിച്ചിരുന്നാൽ രക്ഷപ്പെടുക എന്നത് അസാധ്യമാണ്. അവൻ്റെ മരണത്തിൽ കൂടി മാത്രമേ രാജകോപത്തിൽ നിന്ന് തങ്ങൾക്ക് രക്ഷ നേടാനാവുകയുള്ളൂ. ഇങ്ങനെ ചിന്തിച്ച് അവർ ദുന്ദുകാരിയെ കാത്തിരുന്നു. അന്നു രാത്രിയിൽ മോഷണ വസ്തുക്കളുമായി മഠത്തിൽ മടങ്ങിയെത്തിയ ദുന്ദുകാരിയെ അവരെല്ലാം ചേർന്ന് ആടിയും പാടിയും ആലിംഗനം ചെയ്തും രസിപ്പിച്ചു. സ്വർഗീയ നിർവൃതിയിൽ ലയിച്ചിരുന്ന അവൻ ആ ദുഷ്ടകളുടെ ഉദ്ദേശം അറിഞ്ഞിരുന്നില്ല. മദ്യത്തോടൊപ്പം വിഷവും കലർത്തി ദുന്ദുകാരിക്ക് നൽകിയ ആ വേശ്യകൾ അവൻ്റെ കൈകാലുകൾ ബന്ധിച്ച് അവനെ കിണറ്റിലെറിഞ്ഞു കൊല്ലുകയും സ്വത്തുക്കളെല്ലാം പങ്കിട്ടെടുത്ത് ആ രാത്രി തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. മരണപ്പെട്ടു എങ്കിലും ദുന്ദുകാരുടെ ആത്മാവ് ഗതികിട്ട പ്രേതമായി അവിടെയെല്ലാം നടന്നു. മാതാപിതാക്കളുടെയും സഹോദരൻ്റെയും മരണവാർത്തയറിഞ്ഞ് ദുഃഖിതനായ ഗോകർണൻ നാട്ടിൽ മടങ്ങിയെത്തി. ദുന്ദുകാരുടെ പ്രേതം ഗോകർണനെ വലയം ചെയ്യുകയും തനിക്ക് ഗതിമോക്ഷം നേടിത്തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അമ്മയുടെയും സഹോദരൻ്റെയും ആത്മാവുകൾക്ക് മോക്ഷഗതി കിട്ടുന്നതിനായി ഗോകർണൻ ഗയാശ്രാദ്ധം ആചരിച്ചു. എന്നാൽ പലവട്ടം ഗയാശ്രാദ്ധം ആചരിക്കപ്പെട്ടു എങ്കിലും ദുന്ദുകാരുടെയും ദുന്ദുലിയുടെയും ആത്മാക്കൾക്ക് ഗതിമോക്ഷം ഉണ്ടായില്ല. അവ പ്രേതങ്ങളായി അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും പലവിധ ദുർഘടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്തു. സഹോദരൻ്റെയും അമ്മയുടെയും ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിന് ഇനി എന്താണ് മാർഗമെന്ന് ആലോചിച്ച ഗോകർണൻ പല പണ്ഡിതന്മാരോടും അഭിപ്രായം ആരാഞ്ഞു. അവരുടെ ഉപദേശപ്രകാരം ആദിത്യ ഭഗവാനെ ധ്യാനിച്ചു. തപസ്സനുഷ്ഠിച്ച ഗോകർണൻ അദ്ദേഹത്തെ പ്രത്യക്ഷപ്പെടുത്തി. അപ്പോൾ ആദിത്യ ഭഗവാൻ ചോദിച്ചു, ഗോകർണ, നിന്റെ തപോനിഷ്ഠയിൽ നാം സംപ്രീതനായിരിക്കുന്നു. എന്തു വരമാണ് നീ നമ്മിൽ നിന്ന് കാക്ഷിക്കുന്നത്? ഗോകർണൻ പറഞ്ഞു, പ്രഭു, ഗയാശ്രാദ്ധം ആചരിച്ചിട്ട് പോലും അപമൃത്യു വരിച്ച എൻ്റെ സഹോദരൻ്റെയും മാതാവിൻ്റെയും ആത്മാക്കൾക്ക് നിത്യശാന്തി കിട്ടുന്നില്ല. അവർക്ക് മോക്ഷഗതി സിദ്ധിക്കുന്നതിനുള്ള മാർഗം അരുളി ചെയ്താലും. ആദിത്യ ഭഗവാൻ പറഞ്ഞു, ഗോകർണ, ശ്രാദ്ധകർമാദികൾ കൊണ്ട് സാധാരണ ആത്മാക്കൾക്കേ മോക്ഷപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നിന്റെ സഹോദരൻ മാതാപിതാക്കന്മാരെ വേദനിപ്പിച്ചവനും സ്ത്രീലമ്പടനും പരദ്രവ്യം ചൂഷണം ചെയ്യുന്നവനും ആയിരുന്നതിനാൽ അവൻ്റെ ആത്മാവിന് മോക്ഷഗതി കിട്ടുകയെന്നത് എളുപ്പമായ കാര്യമല്ല. ഗോകർണൻ ചോദിച്ചു, വേദസ്വരൂപ, പ്രേതാത്മാവിൻ്റെ വലയത്തിൽപ്പെട്ട് ഈയുള്ളവൻ്റെ ആത്മാവ് അബദ്ധസഞ്ചാരം ചെയ്യുന്നതിന് ഇടവരാതെ അവിടുത്തെ ആശ്രിതനായ ഈയുള്ളവന് പരിഹാരമാർഗം ഉപദേശിച്ചു തന്ന് അനുഗ്രഹിച്ച് അരുളിയാലും. ആദിത്യദേവൻ പറഞ്ഞു, ഗോകർണ, ദുഷ്ടാത്മാക്കൾക്ക് മോചനം
സിദ്ധിക്കുന്നതിനുള്ള ഏക പരിഹാരമാർഗം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം അനുഷ്ഠിക്കുക എന്നതു മാത്രമാണ്. വിദ്യാംവണ്ണം ആ ചടങ്ങ് പൂർത്തീകരിക്കുക. നിന്റെ സഹോദരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതാണ്. ഇപ്രകാരം അരുളി ചെയ്തിട്ട് ആദിത്യ ഭഗവാൻ അന്തർധാനം ചെയ്തു. ആദിത്യദേവനെ സ്തുതിച്ചിട്ട് ഗോകർണൻ സപ്താഹയജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. യഥോചിതം സപ്താഹയജ്ഞം ആരംഭിക്കപ്പെട്ടു. ദുന്ദുകാരുടെ പ്രേതവും അവിടെ എത്തിച്ചേർന്നു. അത് തനിക്കിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടമാകെ അലയുവാൻ തുടങ്ങി. അവസാനം 7 കമ്പുള്ള ഒരു മുള അവിടെ ഉയർന്നു നിൽക്കുന്നത് കണ്ടു. വായുരൂപത്തിലായതുകൊണ്ട് എവിടെയും ഇരുപ്പുറയ്ക്കാത്ത ആ പ്രേതം മുളയുടെ അടിയിലുള്ള ഒരു ദ്വാരത്തിലൂടെ അകത്ത് പ്രവേശിച്ച് സപ്താഹ ശ്രവണത്തിനായി ഇരുപ്പുറപ്പ് വെച്ചു. അവൻ്റെ മാതാവിൻ്റെ ആത്മാവും അവിടെ സന്നിഹിതമായിരുന്നു. ആദ്യ ദിവസത്തെ ഭാഗവത വായന പൂർത്തിയായപ്പോൾ താഴത്തെ മുള മുട്ടു പൊട്ടി ദുന്ദുകാരുടെ ആത്മാവ് അതിൻ്റെ മുകളിലുള്ള മുട്ടിലേക്ക് പ്രവേശിച്ചു. അപ്രകാരം ഓരോ ദിവസവും മുളയുടെ ഓരോ മുട്ടുകൾ ഭേദിച്ച് മുകളിലത്തെ മുട്ടുകളിൽ പ്രവേശിച്ചു കൊണ്ടിരുന്ന ദുന്ദുകാരിയുടെ ആത്മാവ് 7-ാം ദിവസത്തെ ഭാഗവത പാരായണം പൂർത്തിയായതോടെ മുളമുട്ടുകളെല്ലാം ഭേദിച്ച് വിഷ്ണുരൂപിയായി വൈകുണ്ഠലോകത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. മാത്രമല്ല അവൻ്റെ മാതാവായിരുന്ന ദുന്ദുരുടെ ദുഷ്ടാത്മാവിനും ഗതിമോക്ഷം ലഭിച്ചു. അനന്തരം ഗോകർണൻ ഭാഗവത സപ്താഹയജ്ഞം നടത്തിയ ആ പുണ്യസ്ഥലം ഗോകർണം എന്ന നാമധേയത്തിൽ അറിയപ്പെടുകയും ചെയ്തു. ഗയാശ്രാദ്ധം കൊണ്ടും മറ്റുള്ള പുണ്യകർമാദികൾ കൊണ്ടും ഗതിമോക്ഷം കിട്ടാത്ത ആത്മാവുകൾക്ക് പുനർജന്മമില്ലാതെ വിഷ്ണുപദ സായുജ്യം അരുളി ചെയ്യുന്ന ദിവ്യമുക്തി സാധനയാണ് ശ്രീമദ് ഭാഗവത പുരാണ സപ്താഹയജ്ഞം. ഏതൊരുവൻ ഭാഗവത ശാസ്ത്രത്തെ ദിനംപ്രതി പാരായണം ചെയ്യുന്നുവോ അവൻ്റെ സകല ജന്മങ്ങളിലും ഉണ്ടായിട്ടുള്ള പാപങ്ങൾ അപ്പാടെ നശിക്കുകയും അവന് വിഷ്ണുപദം ലഭിക്കുകയും ചെയ്യും.